ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റം മോഡൽസിന്റെ ഒരു സബ് ടോപ്പിക് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ മോഡൽസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഒരു ആർക്കിടെക്ചറൽ മോഡൽ? അവിടെ ഏത് രീതിയിലാണ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെ ഈ മോഡലിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതായത് ഇവിടെ ഇവർ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ എവിടെയൊക്കെയാണ് ഈ കമ്പോണൻസ് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടേഴ്സ്, നമുക്ക് നോഡ്സ് എന്ന് വിളിക്കാം, അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അവ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതുപോലെ ഓരോ പ്രോസസ്സിംഗ് നോഡ്സ് അവരുടെ ഇടക്കായിട്ട് എങ്ങനെയാണ് ഓരോ കമ്പ്യൂട്ടേഷണൽ ടാസ്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഡേറ്റാസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പെർഫോമൻസ്, റിലയബിലിറ്റി, സ്കെയിലബിലിറ്റി, അപ്പോൾ ഇതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാമാണ് ആർക്കിടെക്ചറൽ മോഡലിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആർക്കിടെക്ചറൽ മോഡലിലൂടെ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ സിസ്റ്റത്തെ കൂടുതൽ റിലയബിൾ, മാനേജബിൾ, അഡാപ്റ്റബിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കിടെക്ചറൽ എലമെന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ 4 ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ എൻറ്റിറ്റീസ് എങ്ങനെയാണ്, ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്ത് കമ്മ്യൂണിക്കേഷൻ പാരഡിഗമാണ് അവർ ഉപയോഗിക്കുന്നത്, ഈ മൊത്തം ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർക്കുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ ഇവയെല്ലാം എങ്ങനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷൻ എൻറ്റിറ്റീസിനെ പറ്റി പറയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവിൽ കമ്മ്യൂണിക്കേഷൻ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ സിസ്റ്റത്തിന്റെ പെർസ്പെക്റ്റീവിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോസസ്സ് എന്ന് പറയാം. ഇനി അവയെ തന്നെ നമുക്ക് നോഡ്സ് എന്ന് പറയാം, ത്രെഡ്സ് എന്ന് പറയാം. ഇനി പ്രോഗ്രാമിങ്ങിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒബ്ജക്ട്സ്. അപ്പോൾ അതായത് ഒരു ഗിവൺ പ്രോബ്ലം ഡൊമൈനിൽ കുറേ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് അവിടെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ഇൻ്റർഫേസസ് ഈ ഒബ്ജക്ട്സിനെയൊക്കെ ആക്സസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് കമ്പോണൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ഓറിയന്റഡ് അബ്സ്ട്രാക്ഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വെബ് സർവീസസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഡിഗമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഡെവലപ്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഡിഗമാണ് വെബ് സർവീസസ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സും കമ്പോണൻസും തമ്മിൽ ഒരു ക്ലോസ്ലി റിലേറ്റഡ് ആണ് വെബ് സർവീസസ് എന്ന് പറയുന്നത്. ഈ വെബ് സർവീസസ് വേൾഡ് വൈഡ് വെബുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സർവീസ് റെപ്രസെന്റ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ പാരഡിഗം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ എൻറ്റിറ്റീസ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോക്കി. ഇനി എങ്ങനെയാണ് ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ 3 തരത്തിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, റിമോട്ട് ഇൻവോക്കേഷൻ, ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ? ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലുള്ള പ്രോസസ്സുകൾ തമ്മിൽ ഒരു ലോ ലെവൽ ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇവിടെ മെസ്സേജ് പാസിംഗ് പ്രിമിറ്റീവ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് API ഡയറക്റ്റ് ആക്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് റിമോട്ട് ഇൻവോക്കേഷൻ?
ഒരു റിമോട്ട് ലൊക്കേഷനിലുള്ള ഒരു ഓപ്പറേഷൻ, പ്രൊസീജിയർ, ഒരു മെത്തേഡ് അതിനെ കോൾ ചെയ്യുന്നതിനാണ് നമ്മൾ റിമോട്ട് ഇൻവോക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ വേറൊരു ലൊക്കേഷനിലുള്ള ഒരു കമ്പ്യൂട്ടറിലുള്ള ഓരോ മെത്തേഡ്സുകളും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റിമോട്ട് ഇൻവോക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ റിമോട്ട് ലൊക്കേഷനിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, പ്രൊസീജിയർ, ഒരു ഓപ്പറേഷൻ അതിനെ കോൾ ചെയ്യുന്നതിനെയാണ് റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോകോൾ. ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെസ്സേജ് പാസിംഗ് സർവീസ് ആണ് ഈ റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. റിമോട്ട് പ്രൊസീജിയർ കോൾ, അതായത് ഇപ്പം ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പം വേറെ ഒരു റിമോട്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിലെ ഉള്ള ഒരു പ്രോസസ്സിലുള്ള ഒരു പ്രൊസീജിയർ നമുക്ക് സ്വന്തം കമ്പ്യൂട്ടറിൽ അത് നിൽക്കുന്നത് പോലെ നമുക്ക് കോൾ ചെയ്യാം. അതായത് സ്വന്തം കമ്പ്യൂട്ടറിലാണ് ആ പ്രോസസ്സ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ പ്രോസസ്സിലെ പ്രൊസീജിയേഴ്സിനെ നമുക്ക് കോൾ ചെയ്യാം ഈ റിമോട്ട് പ്രൊസീജിയർ കോൾസ് യൂസ് ചെയ്തിട്ട്. ഇത് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Supports a client-server computing with server offering a set of operations through a service interface and client calling these operations directly as if they were available locally. ഇപ്പോൾ സർവീസ് ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഈ സെർവേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലയൻസിന് ഈ ഓപ്പറേഷൻസിനെയൊക്കെ ആ സ്വന്തം ക്ലയൻറ്റിൻ്റെ കമ്പ്യൂട്ടറിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഈ ഓപ്പറേഷൻസ് ഒക്കെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. RPC എന്ന് പറയുന്നത് ആക്സസ് ആൻഡ് ലൊക്കേഷൻ ട്രാൻസ്ഫേഴ്സ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്സസ് ആൻഡ് ലൊക്കേഷൻ ട്രാൻസ്ഫേഴ്സ് ഒക്കെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇഷ്യൂസ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ പറഞ്ഞതാണ് എന്താണെന്ന്. അപ്പോൾ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ ഇതെന്ന് പറയുന്നതും RPC പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സുമായിട്ടാണ് ഇവിടെ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫ്രെയിംവർക്കുമായിട്ട് ടൈറ്റർ ഇൻറ്റഗ്രേഷൻ ഇവിടെ ഉണ്ട് ഈ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷനിൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഇപ്പം ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിൽ ഒരു റിമോട്ട് ആയിട്ടുള്ള മെത്തേഡ്, ആ മെത്തേഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് നമുക്ക് റിമോട്ട് ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ആ റിമോട്ട് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ആക്സസ് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി RPCയിലും RMAയിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മെസ്സേജിനെ സെൻഡ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്നതും ആൾക്കാരുടെ കേസിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഈ മെസ്സേജ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവർ പരസ്പരം ആരാണെന്നുള്ള ഐഡന്റിറ്റീസിനെ പറ്റി അവർ അവെയർ ആയിരിക്കണം. ഇനി ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ സെൻഡേഴ്സിന് ആർക്കാണ് ഇത് സെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇവർ അറിയേണ്ട ആവശ്യമില്ല. അതിനെ നമുക്ക് സ്പേസ് അൺകപ്ലിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുക റിസീവ് ചെയ്യുന്ന സമയത്ത് ഇവർ ആ ടൈമിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. ഇതിനെ നമുക്ക് ടൈം അൺകപ്ലിംഗ് എന്നും പറയാം. അപ്പോൾ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കീ ടെക്നിക്കാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റംസ്. അപ്പോൾ ഈ പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റത്തിന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഇവന്റ് ബേസ്ഡ് സിസ്റ്റം എന്നും പറയാം. അപ്പം ഈ പബ്ലിഷ് സബ്സ്ക്രൈബർ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഞാനൊരു കണ്ടന്റ് ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ അത് എനിക്കിഷ്ടമുള്ള കുറച്ച് പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പബ്ലിഷ് ചെയ്ത ഇൻഫർമേഷൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഒരു ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്, സബ്സ്ക്രൈബേഴ്സിന്. മെസ്സേജ് ക്യൂസ്. അപ്പോൾ ഈ പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പം ഇവിടെ ഒരാൾ പലർക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഒരാൾ പല ആൾക്കാരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
പക്ഷെ മെസ്സേജ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ടു പോയിന്റ് സർവീസ് ആണ് ഇവിടെ നടക്കുന്നത്. പ്രൊഡ്യൂസർ ഒരു മെസ്സേജിനെ ക്രിയേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ക്യൂയിലേക്ക് വെക്കുന്നു. കൺസ്യൂമർ ആ പ്രോസസ്സിനെ ആ പർട്ടിക്കുലർ ക്യൂയിൽ നിന്നും റിസീവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു മെസ്സേജ് വന്നുവെന്ന് ഈ കൺസ്യൂമറിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. ഇനി ടപ്പിൾ സ്പേസസ്, ഇത് നമുക്ക് ജനറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ടപ്പിൾ സ്പേസ് ഉണ്ട്. ഇവിടെ കുറേ ടപ്പിൾസ് ഉണ്ട്. ഈ ടപ്പിൾസിന് നമുക്ക് ആർബിട്രറി ഐറ്റംസ് ഓഫ് സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഒരു പ്രോസസ്സിന് ഈ ടപ്പിൾസിനെ ഈ ടപ്പിൾ സ്പേസിൽ വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് മറ്റു പ്രോസസ്സ് വന്നിട്ട് ആ ടപ്പിൾ സ്പേസിൽ നിന്ന് ഈ പർട്ടിക്കുലർ ടപ്പിളെ റീഡ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട്. ഇവിടെ റീഡറും റൈറ്ററും ഒരേ സമയം ഇത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടപ്പിൾ സ്പേസ് പെർസിസ്റ്റന്റ് ആയതുകൊണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർഡ് മെമ്മറി, ഇവിടെ എന്ന് പറയുമ്പം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പ്രോസസ്സുകൾ റിമോട്ട് ലൊക്കേഷനുള്ള പ്രോസസ്സുകളല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഫിസിക്കലായിട്ട് മെമ്മറി ഷെയർ ചെയ്യാനൊന്നും പറ്റുകയില്ല. എങ്കിലും അവിടെ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർഡ് മെമ്മറി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആർക്കിടെക്ചറൽ മോഡൽസിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് തീർന്നിട്ടില്ല ഈ ടോപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.